إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകവും ഇതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് തൗഹീദിനു വേണ്ടിയാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അവനെ ഏകനാക്കുക എന്നുള്ളതാണ്. ആരാധനകളിൽ അള്ളാഹുവിൻ്റെ ഉന്നതമായ നാമഗുണവിശേഷണങ്ങളിൽ, അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ കാര്യങ്ങളിൽ, ഉപജീവനത്തിൻ്റെ കാര്യങ്ങളിൽ, ജീവിപ്പിക്കലും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അള്ളാഹുവിനെ ഏകനാക്കുക, ഇതാണ് തൗഹീദ്. ഈ തൗഹീദിന്റെ ഭാഗമായാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകവും ഇതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യന്മാരെയും ജിന്നുകളെയും എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് ഈ തൗഹീദിൽപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ബഹുമാനിക്കുക, അള്ളാഹുവിനെ ആദരിക്കുക എന്നുള്ളത്. അള്ളാഹു പഠിപ്പിച്ച അവനുള്ള മാഹാത്മ്യങ്ങൾ, അവന്റെ ഗാംഭീര്യം അവന് വകവെച്ചു കൊടുക്കുക എന്നുള്ളത് ഈ തൗഹീദിൽപ്പെട്ട കാര്യമാണ്. ഒരു അടിമ അള്ളാഹുവിനെ അവന്റെ മനസ്സിൽ കൂടുതൽ ആദരിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ മനസ്സിൽ തൗഹീദിനുള്ള സ്ഥാനം വലുതായിരിക്കും. ഒരു അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതൽ ആദരിക്കുന്നുണ്ട് എങ്കിൽ അവനുള്ള മഹാത്മ്യവും അവന്റെ ഗാംഭീര്യവും അവന്റെ മനസ്സിൽ ധാരാളമായുണ്ട് എങ്കിൽ അവൻ ധാരാളമായി അള്ളാഹുവിനെ അനുസരിക്കും, ധാരാളമായി അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അവന്റെ മനസ്സ് അതിനനുസരിച്ച് ലോലമാവുകയും അള്ളാഹുവിനോടുള്ള ഗാംഭീര്യം അവന്റെ മനസ്സിൽ വലുതാവുകയും ചെയ്യും എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അള്ളാഹുവിന്റെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ്. ഒരിക്കൽ ഒരു യഹൂദി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയാണ്. ജൂതന്മാരിൽ ഒരു പണ്ഡിതനായ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ പറഞ്ഞു, മുഹമ്മദ്, ഇന്നാ നജിദു ഫീ കിതാബിന, ഞങ്ങളുടെ കിതാബായ തൗറാത്തിൽ ഞങ്ങൾ കണ്ടു. എന്താണ് കണ്ടത്? ഇന്നഹു ഇദാ കാന യൗമുൽ ഖിയാമ ജഅല അല്ലാഹു അസ്സമാവാതി അലാ ഇസ്ബഅ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളും അവന്റെ ഒരു വിരലിലാക്കും. വൽ അർദീന അലാ ഇസ്ബഅ, ഈ 7 ഭൂമികളും വിശാലമായ ഭൂമികളും അല്ലാഹു അവന്റെ ഒരു വിരലിലാക്കും. വൽ ജിബാല വശജറ അലാ ഇസ്ബഅ, പർവ്വതങ്ങളും അതുപോലെ തന്നെ മരങ്ങളും വൃക്ഷങ്ങളുമെല്ലാം അല്ലാഹു അവന്റെ ഒരു വിരലിലാക്കി തീർക്കും. വൽ മാഅ വസ്സറാ അലാ ഇസ്ബഅ, വെള്ളവും അതുപോലെ തന്നെ മണ്ണും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു വിരലിലാക്കി തീർക്കും. വജമീഅൽ ഖലായിഖി കുല്ലിഹാ അലാ ഇസ്ബഅ, മറ്റെല്ലാ സൃഷ്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു വിരലിലാക്കി തീർക്കുമെന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ ഇളക്കും. എന്നിട്ട് അല്ലാഹു പറയും, അനൽ മലിക്, ഞാൻ മാത്രമാണ് ഇന്ന് അധികാരി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നുള്ളതാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ നോക്കിയപ്പോൾ അവിടുന്ന് അണപ്പല്ല് കാണുമാറ് ചിരിക്കുകയായിരുന്നു. ഇയാൾ പറഞ്ഞതിനെ, അയാൾ തൗറാത്തിൽ കണ്ടതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു എന്ന്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പാരായണം ചെയ്തു, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, ഈ പറയുന്ന ആളുകൾ മനുഷ്യർ അല്ലാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ, അവന് നൽകേണ്ട മാഹാത്മ്യം നൽകേണ്ടതുപോലെ, അവന്റെ ഗാംഭീര്യം അവന് വകവെച്ച് കൊടുക്കേണ്ടതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കിയിട്ടില്ല. വസ്സമാവാത് വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ ഗാംഭീര്യം നോക്കൂ, അല്ലാഹുവിന്റെ മഹാത്മ്യം, അവന്റെ വലുപ്പം നോക്കൂ. ഈ ഭൂമി മുഴുവൻ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നാണ്. വസ്സമാവാതു മത്വിയാതും ബിയമീനി, ഈ 7 ആകാശങ്ങൾ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കുമെന്നാണ്. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അല്ലാഹുവിനെ പങ്കു ചേർക്കുന്ന ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധിയിലായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയില്ല എന്നാണ്. അല്ലാഹുവിന് കൊടുക്കേണ്ട മാഹാത്മ്യം അവനവർ വകവെച്ച് നൽകിയില്ല എന്നാണ്. അല്ലാഹുവിന്റെ ഗാംഭീര്യത്തെ അവന് മനസ്സിലാക്കിയില്ല എന്നാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ച് അല്ലാഹുവിന്റെ വിലക്കുകൾ അത് സ്വീകരിച്ചുകൊണ്ട് ആ വിലക്കുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അല്ലാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയില്ല എന്നാണ്. ഈ ഹദീസിൽ നിന്ന് അല്ലാഹുവിന്റെ മഹാത്മ്യവും അവന്റെ ഗാംഭീര്യവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാലിക് ഇബ്നു സഅസഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇസ്റാ മിഅറാജിന്റെ കഥ വിവരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ثم رفع لي البيت المعمور, ബൈത്തുൽ മഅമൂറിലേക്ക് എന്നെ ഉയർത്തപ്പെട്ടു. فقلت يا جبريل ما هذا, ജിബ്രീൽ, ഈ ബൈത്തുൽ മഅമൂർ എന്താണ്, ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദൽ ബൈത്തുൽ മഅമൂർ, ഇതാണ് ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ യദ്ഖുലുഹു കുല്ല യൗമിൻ 70000 മലക്കിൻ ثم لا يعودون ഇലൈ, ഈ ബൈത്തുൽ മഅമൂറിലേക്ക് ഓരോ ദിവസവും 70000 മലക്കുകൾ പ്രവേശിക്കുന്നുണ്ട്. ആ ബൈത്തിലേക്ക് പ്രവേശിച്ച, ഒരു തവണ പ്രവേശിച്ച മലക്ക് പിന്നീട് ആ ബൈത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അങ്ങനെ ഓരോ ദിവസവും 70000 മലക്കുകൾ ആ ബൈത്തുൽ മഅമൂറിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പടപ്പുകളാണ്.
അള്ളാഹുവിന്റെ മഹത്വത്തെ, അവന്റെ ഗാംഭീര്യത്തെ അറിയിക്കുന്ന കാര്യങ്ങളാണ്. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദിന ലി അൻ ഉഹദ്ദിസ അൻ മലകിൻ മിൻ മലായികത്തില്ലാഹി അസ്സ വജല്ല മിൻ ഹമലത്തിൽ അർശ്. അള്ളാഹുവിന്റെ സിംഹാസനം, അള്ളാഹുവിന്റെ അർശ്, അത് വഹിക്കുന്ന മലക്കുകളിൽ 8 മലക്കുകളിൽ ഒരു മലക്കിനെ കുറിച്ച് പറഞ്ഞു തരാൻ അള്ളാഹു എനിക്ക് അനുവാദം നൽകിയിരിക്കുന്നു. അള്ളാഹുവിന്റെ അർശ് അത് ചുമക്കുന്ന 8 മലക്കുകളിൽ ഒരു മലക്കിനെ കുറിച്ച് പറഞ്ഞു തരുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അനുവാദം നൽകിയിരിക്കുന്നു. എന്താണ് ആ മലക്കിന്റെ രൂപം? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമാ ബൈന ശഹ്മതി ഉദ്നിഹി ഇലാ ആതിഖിഹി മസീറത 700 ആം. ആ മലക്കിന്റെ ചെവിയുടെ അടിഭാഗം മുതൽ ആ മലക്കിന്റെ ആതിഖ് വരെ, ആ മലക്കിന്റെ തോള് വരെ 70 കൊല്ലത്തിന്റെ വഴിദൂരമാണുള്ളത് എന്നാണ്. 700 കൊല്ലത്തിന്റെ വഴിദൂരമാണ് എന്നാണ്. 700 ആം, 700 കൊല്ലത്തിന്റെ വഴിദൂരമാണ് ആ മലക്കിന്റെ ചെവിക്കുറ്റി മുതൽ ആ മലക്കിന്റെ തോള് വരെ 700 കൊല്ലത്തെ വഴിയാത്രയാണുള്ളത് എന്നാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഒരു അതിവേഗം സഞ്ചരിക്കുന്ന ഒരു കുതിരയാത്രക്കാരൻ, അയാളുടെ ഏറ്റവും പരമാവധി വേഗതയിൽ എവിടെയും നിർത്താതെ അതിവേഗം സഞ്ചരിക്കുകയാണ് എങ്കിൽ 700 കൊല്ലത്തെ വഴി ദൂരമാണ് ആ മലക്കിന്റെ ചെവിക്കുറ്റി മുതൽ ആ മലക്കിന്റെ തോള് വരെയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ. ഇത് അല്ലാഹുവിന്റെ അർശ് ചുമക്കുന്ന 8 മലക്കുകളിൽ ഒരു മലക്കിന്റെ വലുപ്പമാണ് എങ്കിൽ ആ അർശിന്റെ റബ്ബായ അല്ലാഹുവിന്റെ മഹാത്മ്യം, അവന്റെ ഗാംഭീര്യം, അവന്റെ വലുപ്പം എത്രത്തോളമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, മസ്സമാവാതു സബ്അ വൽ അർദീന സബ്അ ഫീ കഫി റഹ്മാൻ ഇല്ലാ കഖർദലത്തിൻ ഫീ യദി അഹദികും. 7 ആകാശങ്ങളും ഈ വിശാലമായ ഭൂമിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൈപ്പടയിൽ വെക്കുകയാണ് എങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരു കടുക് മണിയുടെ വലിപ്പം മാത്രമേ ഈ 7 ലോകത്തിലുണ്ടായിരിക്കുകയുള്ളൂ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാത്മ്യം, അവന്റെ മഹത്വം, അവന്റെ വലുപ്പം, അവന്റെ ഗാംഭീര്യം സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക. ഈ റബ്ബിനെ എങ്ങനെയാണ് ഭയപ്പെടാതിരിക്കാൻ നമുക്ക് സാധിക്കുക? ഈ റബ്ബിനെ എങ്ങനെയാണ് ധിക്കരിക്കുവാൻ നമുക്ക് സാധിക്കുക? ഈ റബ്ബിനെ ഇഷ്ടപ്പെടാതിരിക്കുവാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? ഈ റബ്ബിനെ, ആ റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കുവാൻ, ആ റബ്ബിൽ ബരമേൽപ്പിക്കുവാൻ എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് സാധിക്കാതിരിക്കുക? ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവൻ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ, ഉപജീവനം നൽകുന്ന കാര്യത്തിൽ, ജീവിപ്പിക്കുന്ന മരിപ്പിക്കുന്ന കാര്യത്തിൽ ഏകനാണ് എന്ന മഹത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എല്ലാത്തിനേക്കാളും വലിയവനാണ്. അല്ലാഹു അക്ബർ, എല്ലാത്തിനേക്കാളും വലിയവനാണ് അല്ലാഹു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്തുകളിൽ ഏകനാക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ ഏകനാണ്, ഉപജീവനം നൽകുന്ന കാര്യത്തിൽ അവൻ ഏകനാണ്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അവൻ ഏകനാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇബാദത്തുകളും അവന് മാത്രമായി നൽകൽ വളരെ അനിവാര്യമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ.
അള്ളാഹുവിന്റെ റസൂല് പറയുക, എന്റെ നിസ്കാരം, എന്റെ ബലികർമ്മം, എന്റെ ജീവിതം, എന്റെ മരണം, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ്. ലാ ശരീക ലഹു, അവനിൽ യാതൊരു പങ്കാളിയുമില്ല. അവന് വേണ്ടിയല്ലാതെ ബലികർമ്മം നടത്തിക്കൂടാ, അവനോടല്ലാതെ സഹായം തേടിക്കൂടാ, അവനിലല്ലാതെ വരമേൽപ്പിച്ചുകൂടാ, അവനിൽ നിന്നല്ലാതെ പ്രതീക്ഷ അർപ്പിക്കുവാൻ പാടുള്ളതല്ല. എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ്. അല്ലാഹുവിന്റെ മഹാത്മ്യം യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തിനാണ് സഹോദരങ്ങളെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ആരാധിക്കുന്നത്? അല്ലാഹുവിന്റെ മഹാത്മ്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് സൃഷ്ടിക്കുകയും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നത്. അവനാണ് ഉപജീവനം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ കാര്യങ്ങളിൽ നമ്മൾ അല്ലാഹുവിനെ ഏകനാക്കി കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തുകളിലും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കുക. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അൽ ഖാലിഖു ലിഹാദിഹിൽ അഷ്യാ ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ അല്ലാഹു, അവൻ മാത്രമാണ് എല്ലാ ഇബാദത്തുകൾക്കും അർഹതയുള്ളവൻ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, കാരണം അവൻ നിങ്ങളെയും നിങ്ങളുടെ മുൻപുള്ള ആളുകളെയും സൃഷ്ടിച്ചു പരിപാലിച്ചു. അല്ലാഹുവിന്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണിത്. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിന്റെ മഹാത്മ്യവും ഗാംഭീര്യവും നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ യഥാർത്ഥ രൂപത്തിൽ അല്ലാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ അല്ലാഹുവിനെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും നല്ല, ഏറ്റവും പരിശുദ്ധമായ സ്ഥാനം നമ്മൾ വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഉപരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിയിലാണ്, ആകാശത്താണ്, ആകാശത്തിന് മുകളിലാണ്. റഹ്മാനു അലൽ അർശി ഇസ്തവ. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അർശിന്റെ മുകളിൽ ഇസ്തിവായിലായിരിക്കുന്നു, അഥവാ അവൻ ആകാശത്തിന് മുകളിലാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നമ്മളുടെ വിശ്വാസമാണ്. അല്ലാഹുവിനെ ബഹുമാനിക്കേണ്ട രൂപം ഇങ്ങനെയാണ്. അല്ലാഹുവിന്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞാൽ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്. അല്ലാഹു എവിടെയാണ്? അല്ലാഹു ഉപരിയിലാണ്. ബിദ്അത്തിന്റെ ആളുകൾ, പുത്തൻവാദത്തിന്റെ ആളുകൾ പറയുന്നത് പോലെ അല്ലാഹു തൂണിലും തുരുമ്പിലും, അല്ലാഹു എല്ലായിടത്തുമുണ്ട് എന്ന് പറയുന്നത് അത് തെറ്റായ നിലപാടാണ്. അല്ലാഹുവിന് പ്രത്യേകിച്ച് സ്ഥലങ്ങളില്ല. അവൻ ലോകത്തിന്റെ ഉള്ളിലോ പുറത്തോ അല്ല. ഇതൊന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാടുകളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉപരിയിലാണ്. ഇതാണ് ഖുർആനും സുന്നത്തും ഇജ്മാഉം ശുദ്ധ പ്രകൃതിയും ശുദ്ധ ബുദ്ധിയും അംഗീകരിക്കുന്ന കാര്യം. ശാഫിഈ മദ്ഹബിലെ വലിയ വലിയ പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ അല്ലാഹു ഉപരിയിലാണ് എന്നതിന് 2000-ലധികം തെളിവുകളുണ്ട് എന്നാണ്. ഇത് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട കാര്യമാണ്. അല്ലാഹു പറഞ്ഞില്ലേ, യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം. അവർ അവരുടെ റബ്ബിനെ ഭയപ്പെടുന്നു അവരുടെ മുകളിൽ നിന്ന്. അഅമിൻതും മൻ ഫിസ് സമാ. അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ആകാശത്തുള്ളവൻ എന്നാണ്, അഥവാ ആകാശത്തിനു മുകളിലുള്ളവൻ എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ച കാര്യമാണ്. മുആവിയത്ത് ഇബ്നു ഹകം അസ്സുലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആ അടിമ സ്ത്രീയെ ഞാൻ ഉപദ്രവിച്ചു, അറിയാതെ ഒന്ന് അടിച്ചുപോയി, എനിക്ക് വിഷമമായി. അതുകൊണ്ട് ആ അടിമ സ്ത്രീ എനിക്ക് മോചിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അടിമ സ്ത്രീയെ കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അടിമ സ്ത്രീ വിശ്വാസിനിയാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ആദ്യമായി ചോദിച്ചു, ഐനല്ലാഹ്, അല്ലാഹു എവിടെയാണ്? അവൾ പറഞ്ഞു, ഫിസ് സമാ, ഉപരിയിലാണ് എന്ന് പറഞ്ഞു. മൻ അന, ഞാൻ ആരാണെന്ന് ചോദിച്ചു. അൻത റസൂലുള്ളാഹ്,
താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഅ്തിഖഹാ ഫഇന്നഹാ മുഅ്മിന, അവളെ മോചിപ്പിക്കുക, അവൾ മുഅ്മിനത്താണ് എന്ന് പറഞ്ഞു. ഹദീസുകളിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്നെല്ലാം സ്ഥിരപ്പെട്ട കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉപരിയിലാണ് എന്ന കാര്യം. ബുദ്ധിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, രണ്ട് രൂപത്തിലുള്ള സ്ഥാനങ്ങളും സ്ഥലങ്ങളാണുള്ളത്. താഴ്ന്ന സ്ഥലങ്ങളും ഉയർന്ന സ്ഥലങ്ങളും. അള്ളാഹുവിനെ, അവന്റെ മഹത്വത്തിന്, അവന്റെ ഗാംഭീര്യത്തിന് യോജിക്കുന്നത് ഉയർന്ന വിശേഷണങ്ങളും ഉയർന്ന കാര്യങ്ങളുമാണ്. വലില്ലാഹിൽ മസലുൽ അഅല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഉയർന്ന വിശേഷണങ്ങൾ, ഉന്നതമായ വിശേഷണങ്ങൾ ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ദുആ ചെയ്യുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ കൈകൾ ഉയർത്തുന്നത് അല്ലാഹുവിലേക്കാണ്, മുകളിലേക്കാണ്. ഇതെല്ലാം തെളിയിച്ചു തരുന്നത് അല്ലാഹു ഉപരിയിലാണെന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗാംഭീര്യം മനസ്സിലാക്കുമ്പോൾ, അവനെ യഥാവിധത്തിൽ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ വളരെ അനിവാര്യമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാത്മ്യം, അവന്റെ മഹത്വം, അവന്റെ ഗാംഭീര്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ അതിനോട് നമുക്ക് ഭയമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കോപമുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ പേടിക്കണം, അതിൽ നിന്ന് വിട്ടുനിൽക്കണം. അത് വലിയ തിന്മകളാകട്ടെ ചെറിയ തിന്മകളാകട്ടെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ നമ്മൾ കണക്കാക്കിയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം പൂർണ്ണമായി നമ്മൾ ഉപേക്ഷിക്കണം. ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായിക്കണം, ലാ തൻദുർ ഇലാ സിഗരിൽ ഖതീഅ, ചെറിയ ചെറിയ തിന്മകളിലേക്ക് നീ നോക്കേണ്ടതില്ല. അത് ചെറിയ തിന്മയാണല്ലോ, ചെറിയ കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് നീ അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. വലാകിൻ ഉൻദുർ അഅ്ളമത മൻ തഅസി, പക്ഷെ നീ നോക്കേണ്ടത്, തിന്മകൾ ചെയ്യുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് ആ ചെറിയ തിന്മയിലൂടെയാണെങ്കിലും ആരെയാണ് നീ ധിക്കരിക്കുന്നത്? നീ ധിക്കരിക്കുന്ന അള്ളാഹുവിന്റെ മഹത്വവും അവന്റെ ഗാംഭീര്യവും, ഇതാണ് നീ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ എല്ലാ തിന്മകളും ഗൗരവകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ല, നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ട ആയത്താണ് മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യരെ, സമൂഹമേ, നിങ്ങൾക്ക് എന്ത് പറ്റി? ലാ തർജൂന ലില്ലാഹി വഖാറ, അല്ലാഹുവിനൊരു ഗാംഭീര്യവും അള്ളാഹുവിനൊരു മഹത്വവും നിങ്ങൾ കൽപ്പിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ നിങ്ങൾ പേടിക്കുന്നില്ലേ? മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ലേ? അള്ളാഹുവിനൊരു പരിഗണനയും അള്ളാഹുവിനൊരു വിലയും നിങ്ങൾ നിശ്ചയിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. വഖദ് ഖലഖകും അത്വാറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഘട്ടം ഘട്ടമായി പടച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധിക്കരിക്കുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നിസ്സാരരായ മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ തുടക്കമെന്നാൽ തെറിച്ചു വീഴുന്ന, കണ്ടാൽ അറക്കുന്ന ദുർബലമായ ഒരു ബീജത്തുള്ളിയാണ്. നമ്മുടെ അവസാനമാകട്ടെ ചീഞ്ഞളിയാൻ പോകുന്ന മൃതദേഹമാണ്. ഈ രണ്ടവസ്ഥകൾക്കിടയിലാകട്ടെ മാലിന്യങ്ങൾ ചുമക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ആ നിസ്സാരരായ മനുഷ്യരായ നാം അള്ളാഹുവിനെ ധിക്കരിക്കാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ,
തിന്മകൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ, അവന്റെ ഗാംഭീര്യത്തെ ഓർക്കേണ്ടതുണ്ട്. എവിടേക്കാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണാതെ ഓടി മറയുവാൻ, തിന്മകൾ ചെയ്യുവാൻ എവിടേക്ക് പോകാനാണ് നമുക്ക് സാധിക്കുക? ഫഫിറു ഇലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക. അവനിലേക്ക്, അവനിൽ നിന്ന് അവനിലേക്ക് നിങ്ങൾ ഓടിയകലുക എന്നാണ് പറഞ്ഞത്. ചില പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, മൻ ഖാഫല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ആരെങ്കിലും പേടിച്ചു കഴിഞ്ഞാൽ അവനിലേക്ക് അവർ അടുക്കും. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളെ പേടിച്ചു കഴിഞ്ഞാൽ പേടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകുകയാണ് ചെയ്യുക. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയന്നാൽ അവനിലേക്കാണ് ഒടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹാത്മ്യവും അവന്റെ ഗാംഭീര്യവും തിരിച്ചറിഞ്ഞ് തൗഹീദിൽ അധിഷ്ഠിതമായി, തൗഹീദ് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മരണം വരെ ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.